മലപ്പുറത്ത് നിന്ന് പുതിയ വാർത്തയുണ്ട്. വാർത്ത മറ്റൊന്നുമല്ല, PV അൻവർ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത്. ഫോൺ ചോർത്തി എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് PV അൻവർ തന്നെയാണ്. ഞാനും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു PV അൻവർ. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചത്. കോട്ടയം സ്വദേശി തോമസ് പീലിയാനിക്കലാണ് പരാതി നൽകിയിരിക്കുന്നത്. തോമസ് പീലിയാനിക്കൽ അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കറുകച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകും. ആദ്യം പരാതിക്കാരന്റെ മൊഴിയെടുക്കും, അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ആലോചിക്കുക. PV അൻവർ MLA-യിൽ നിന്നും മൊഴിയെടുക്കേണ്ടി വരും. അതിനെ തുടർന്നുള്ള അന്വേഷണവും നടക്കും എന്നർത്ഥം. പക്ഷെ അന്വേഷണം എവിടം വരെ പോകും എന്നറിയില്ല. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്തിരുന്നു. ഇതേക്കുറിച്ചുള്ള ആരോപണം ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആരോപണം പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എന്താണ് എന്ന് ഗവർണറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. ഗവർണർ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എന്ന് വെച്ചാൽ PV അൻവർ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ്. മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഫോൺ ചോർത്തുന്നു MR അജിത്കുമാർ എന്നാണ് PV അൻവറുടെ ആരോപണം. ആ സമയത്ത് ഞാനും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു PV അൻവർ. അതുകൊണ്ട് തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ഒരു കത്ത് നൽകിയിരുന്നു സർക്കാരിന്. ആ കത്തിന്റെ മറുപടിയിലാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഈ ഫോൺ ചോർത്തി എന്ന ആരോപണം ശരിയല്ല, ഫോൺ ചോർത്തി എന്ന ആരോപണം അദ്ദേഹം തന്നെ PV അൻവർ തന്നെ നിഷേധിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഫോൺ ചോർത്തിയിട്ടില്ല, ഫോൺ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ്. എന്ന് വെച്ചാൽ ഫോൺ വിളിക്കുന്ന സമയത്ത് അത് ലൗഡ് സ്പീക്കറിലിട്ട് മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി PV അൻവർ. അതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ ഗവർണർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. ഫോൺ ചോർത്തൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഫോൺ ചോർത്താൻ കഴിയൂ. അതിന് വലിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ടെക്നോളജി വേണം. ഏറ്റവും നല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഫോൺ ചോർത്താൻ കഴിയുകയുള്ളൂ. അത് എളുപ്പമല്ല. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഫോൺ ചോർത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. ഒരാൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒരാളുടെ ഫോൺ ചോർത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. MR അജിത്കുമാറും ഫോൺ ചോർത്തിയിട്ടില്ല. അത്തരമൊരു ഫോൺ ചോർത്തൽ കേരളത്തിൽ നടന്നിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഗവർണർ കൊടുത്ത മറുപടി. ആ മറുപടിയിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്നറിയില്ല. പ്രത്യേകിച്ച് തീരുമാനം അതിലെടുക്കാനില്ല. ആ മറുപടി ഫയൽ സൂക്ഷിക്കുക എന്നതിനപ്പുറം ഗവർണർക്ക് അതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. പരമാവധി ചെയ്യാൻ കഴിയുക കേന്ദ്ര സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നത് മാത്രമാണ്. അത് എന്തെങ്കിലും ആകട്ടെ, ഗവർണർ ഇതിനു മുമ്പും പല റിപ്പോർട്ടുകളും കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പും പലതും വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എവിടെ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഇതിലിപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കും എന്നതാണ്. അതിന് പരാതിക്കാരന്റെ മൊഴിയെടുക്കും, അതോടൊപ്പം തന്നെ PV അൻവറുടെ മൊഴിയും എടുക്കേണ്ടി വരും എന്നതാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പോലീസാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം PV അൻവറിനെതിരെ വരുന്ന ആദ്യത്തെ കേസ്, അതാണ് ഇതിലെ ഒരു പ്രത്യേകത. ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം PV അൻവറിനെതിരെ എടുക്കുന്ന ആദ്യത്തെ കേസാണ് ഇത് എന്നതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം ഉണ്ട്. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അന്വേഷണം പല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയും. അങ്ങനെ ഒരു വല വിരിക്കുമോ PV അൻവറിന് പോലീസ് എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതേസമയം PV അൻവറിന് കനത്ത സുരക്ഷ ഒരുക്കാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസതിക്ക് 24 മണിക്കൂറും സുരക്ഷ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീടിന് അടുത്ത് ഒരു പ്രത്യേക പോലീസ് പിക്കറ്റ് രൂപീകരിക്കാനും ആ പിക്കറ്റിൽ എല്ലാ സമയവും പോലീസ് ഉണ്ടാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും PV അൻവറിന് സംരക്ഷണം നൽകണമെന്നും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DGPക്ക് PV അൻവർ തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇത്തരം ഒരു സുരക്ഷ നൽകിയതിന് സംസ്ഥാന സർക്കാരിന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് PV അൻവർ എന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം മലപ്പുറത്ത് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം CPIM പ്രവർത്തകർ നടത്തിയ പ്രകടനമാണ്. നിലമ്പൂരിൽ CPIM പ്രവർത്തകർ PV അൻവർ MLA-ക്കെതിരെ നടത്തിയ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം വിളിച്ചു എന്നതാണ് ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 100ഓളം CPIM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. എന്ന് വെച്ചാൽ മലപ്പുറം ഒരു രാഷ്ട്രീയ കേന്ദ്രമായി മാറുന്നു, രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു എന്നർത്ഥം. ഇനിയിപ്പോൾ PV അൻവറുടെ വിശദീകരണ യോഗമുണ്ട്. ആ വിശദീകരണ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. കാരണം ശക്തി തെളിയിക്കുന്നതായിരിക്കണം ആദ്യത്തെ പൊതുയോഗം. ആദ്യത്തെ പൊതുയോഗം തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ
PV അൻവറിന് ഇത്ര ജനസ്വാധീനമുള്ളൂ നിലമ്പൂർ മണ്ഡലത്തിൽ എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് പരമാവധി ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് PV അൻവർ. ഒരാളും യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം വാക്കാൽ നൽകുന്നുണ്ട് CPIM-ഉം. അതുകൊണ്ട് ഒരു ബലാബലം അവിടെ കാണാൻ കഴിയും. ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകർ വന്ന് നിറഞ്ഞ് PV അൻവറിന് ഒരു ആവേശകരമായ ഒരു സ്വീകരണം CPIM വിട്ട് പുറത്തു വരുന്ന PV അൻവറിന് ഒരു സ്വീകരണം നൽകുമോ എന്നതേ അറിയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് അത് എളുപ്പമല്ല. കാരണം മീഡിയ ഉണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനും പൊതുയോഗത്തിൽ പങ്കെടുത്താൽ സ്വാഭാവികമായും അത് ആര് എന്ത് എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും. അത് പിന്നീട് PV അൻവറിന് വിനയായി മാറുകയും ചെയ്യും. PV അൻവർ തന്നെ പറഞ്ഞത് ഏകദേശം ഒരു 200ഓളം പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ, അത്രമാത്രം ആളുകളെ സംഘടിപ്പിക്കാൻ മാത്രമേ എനിക്ക് ശേഷിയുള്ളൂ എന്നാണ്. ഞാനൊരു ചെറിയ ആളല്ലേ എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം ട്രോളായി പറഞ്ഞതാണോ എന്നും അറിയില്ല. എന്തായാലും രാഷ്ട്രീയ വിശദീകരണ യോഗം, ആ യോഗത്തിൽ എന്താണ് PV അൻവർ പറയാൻ പോകുന്നത്, എന്താണ് PV അൻവറുടെ ഭാവി പരിപാടി എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല എങ്കിലും എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള കൗതുകം കൊണ്ട്.